നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് മുകേഷിന്റെ രാജിയുമായും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ രാമനിലയത്തിൽ വെച്ച് തള്ളിമാറ്റി. നെന്മാറയിൽ 17-കാരനായ വിദ്യാർത്ഥിയെ SI മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് പാലക്കാട് SP R ആനന്ദ് IPS. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പുതിയ വിവാദം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിനു പിറകെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ വെടിയണമെന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് തെളിഞ്ഞു കഴിഞ്ഞതായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഭാരവാഹികൾ. രാജ്യത്ത് എല്ലാ മേഖലകളിലും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമെന്ന് K രാധാകൃഷ്ണൻ MP. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ അർഹമായ ഫണ്ട് അനുവദിക്കുന്നതിൽ വിമുഖത തുടരുകയാണെന്നും MP. പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വീകരണം. വാർത്തകൾ വിശദമായി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോടുമുള്ള ചോദ്യങ്ങൾക്ക് പ്രകോപിതനായാണ് അദ്ദേഹം മറുപടി നൽകിയത്. രാമനിലയത്തിൽ വെച്ചാണ് പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത്. രാമനിലയത്തിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളെയാണ് അദ്ദേഹം കയ്യേറ്റം ചെയ്തത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളിമാറ്റുകയായിരുന്നു. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് രാവിലെ നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം ചോദിച്ചാൽ മതിയെന്നുമൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിന്റെ കാര്യത്തിൽ കോടതി വല്ലതും പറഞ്ഞോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ. ആരോപണങ്ങളൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ഇത് മാധ്യമങ്ങളുടെ തീറ്റയാണ്. ഇതുവെച്ച് കാശുണ്ടാക്കിക്കോളൂ. പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങൾ. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുക കൂടിയാണ് മാധ്യമങ്ങൾ. വിഷയങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്. കോടതിക്ക് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്. കോടതി തീരുമാനിക്കും. സർക്കാർ കോടതിയിൽ കൊണ്ടുചെന്നാൽ അവർ എടുത്തോളും. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. നെന്മാറയിൽ 17-കാരനെ SI മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടിയെന്ന് SP ആനന്ദ് IPS. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ അകാരണമായ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിന് പിറകെയാണ് പുതിയ വിവാദം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DYSPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ 17-കാരനായ വിദ്യാർത്ഥിയെ ജീപ്പിനടുത്തേക്ക് വിളിച്ചുവരുത്തി പോലീസ് മർദ്ദിച്ചത്. കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിവാദമായ സംഭവം ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച വിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കൗൺസിലിംഗ് നടത്തി വിട്ടയച്ചിരുന്നുവെന്നും ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പരിശോധനയാണ് നടത്തിയതെന്നും ഇതിൻ്റെ ഭാഗമായി ജീപ്പിനടുത്തേക്ക് വിദ്യാർത്ഥിയെ വിളിച്ചുവരുത്തി ചോദിച്ചതല്ലാതെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പോലീസിൻ്റെ ഭാഷ്യം. എന്നാൽ മർദ്ദിച്ചതായി വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പട്ടാമ്പിയിൽ അകാരണമായി വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായി നിൽക്കുന്നതിനിടെയാണ് നെന്മാറയിലും പോലീസിൻ്റെ മോശം പെരുമാറ്റമുണ്ടായിരിക്കുന്നത്. കടയ്ക്ക് സമീപത്തെ CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ എന്നിവ പരിശോധിക്കുമെന്ന് SP പറഞ്ഞു. എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. വന്ന ശേഷം ഇത് ഏതെങ്കിലും പ്രാഥമികമായിട്ടുള്ള നടപടി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. DSP ഡീറ്റെയിലായിട്ട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ഇതുവരെ എൻക്വയറി പൂർത്തിയായിട്ടില്ല.
പൂർത്തിയായിട്ട് അത് നോക്കും. ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാവും. അത് എൻക്വയറി കിട്ടിയില്ല. എൻക്വയറി റിപ്പോർട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എന്താണ്. കഴിഞ്ഞ ദിവസം പട്ടാമ്പിൽ ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു, അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിലും അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇത് നോക്കാം. എൻക്വയറി ആയിട്ടില്ല. എൻക്വയറി ആയിട്ട് എൻക്വയറി നോക്കാം. പ്രാഥമിക വിലയിരുത്തില്ല എന്താണ് ഉണ്ടായ സാഹചര്യം, വിളിച്ച് അങ്ങനത്തെ ജയിലിലേക്ക് വലിക്കാനുള്ള സാഹചര്യം എന്താണ്, അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നു? ഇല്ല, അത് നമ്മൾ എന്താ സംഭവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് DSP എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഡീജൻറ്റായിട്ട് NDPS കാര്യങ്ങളായിട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്തു തന്നെ എല്ലാ മേഖലകളിലും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടം അംഗീകരിക്കാനാകാത്ത മോദി സർക്കാർ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ MP പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം ഒന്നാം സ്ഥാനത്തായതിനാൽ ഇനി അതിലേക്കൊന്നും ഫണ്ട് ആവശ്യമില്ല എന്നാണ് കേന്ദ്ര നിലപാടെന്നും ഇത് കേരളത്തിലെ ഒട്ടേറെ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും MP കൂട്ടിച്ചേർത്തു. നമ്മൾ മോശക്കാരാണ്, നമ്മൾ മോശക്കാരല്ല, എല്ലാ കാര്യത്തിലും മുമ്പിലാണ്. ഞാനിതിൽ പോകണമെങ്കിൽ പ്രസംഗിക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞ് കേരളം എല്ലാ രംഗത്തും ഇന്ത്യക്കും ലോകത്തിനുമെല്ലാം മോഡലാണ്. അങ്ങനെ മോഡലായി മാറിയതിന്റെ ദുരന്തം നമ്മുടെ കേരളം അനുഭവിക്കുക. കാരണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സാമൂഹിക മേഖലയും നമ്മൾ മുന്നേറുന്നു. ആ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം പോലും പലപ്പോഴും കിട്ടാതെ പോകും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷയായി. പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പഞ്ചായത്തിന്റെ വിഹിതം PP സുമോദ് MLAക്ക് കൈമാറി. ചടങ്ങിൽ വെച്ച് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ MLA AV ഗോപിനാഥ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU വനിതാ സംരംഭക സംസ്ഥാന കൺവെൻഷൻ ഷൊർണൂരിൽ നടന്നു. VKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി VR ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ആര് വന്നാലും നേരിടാൻ കഴിയുന്ന, അങ്ങനെ പറയാൻ കാരണം എന്താ പറയുക, വഴിയോര കച്ചവടക്കാരെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ 19 വർഷം മുന്നത്തല്ല, 8-9 വർഷം മുന്നേ എന്തായിരുന്നു വഴിയോര കച്ചവടം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ ചോദിക്കാൻ കാരണം അതിൽ കുടുംബശ്രീക്കാരെ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. എന്തായിരുന്നു വഴിയോര കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രധാന വിഭാഗമല്ലേ? സംഘാടക സമിതി ചെയർമാൻ S കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. ശശികല ശശി അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി V സുരേഷ്, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അനാസ്ഥ വെടിഞ്ഞ് ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് സംഘടന മാർച്ച് നടത്തി. പ്രസിഡന്റ് ഷക്കീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണെന്ന് ഷക്കീല ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വനിതാ താരങ്ങൾ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നൽകിയ പരാതിയും സർക്കാർ പൂഴ്ത്തിവെച്ചു. സ്ത്രീപക്ഷത്തിനൊപ്പമാണെന്ന സർക്കാർ വാദം പച്ചയായ നുണയാണ്. പുരോഗമന സ്ത്രീപക്ഷവാദികളും ഇടത് മഹിളാ സംഘടനകളും സർക്കാരിൻ്റെ നെറുകേടിന് കുടപിടിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷക്കീല പറഞ്ഞു. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ഹേമ കമ്മിറ്റി ശുപാർശകൾ കാലവിളംബം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SP ഓഫീസ് മാർച്ച്. ചർച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അതിനെതിരെയുള്ള അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാത്തത് കൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അതിൻ്റെ സമരപരിപാടികളുമായി ഇവിടെ വന്നു നിൽക്കുന്നത്. എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? 2017 ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ അന്നത്തെ അതിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ, അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ നടത്താതെ ഗവൺമെൻറ് നിന്നപ്പോഴാണ് WCC എന്ന സംഘടന നിലവിൽ വരികയും. മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു.
വൈസ് പ്രസിഡന്റ് ഹാജിറ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയ റസാഖ്, സെക്രട്ടറി സാബിറ ഹുസൈൻ, സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമൂഹ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കേഡറ്റുകൾ മുന്നിട്ടിറങ്ങണമെന്നും അച്ചടക്കമായിരിക്കണം മുഖമുദ്രയാവേണ്ടതെന്നും ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് IPS കേലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 2022-24 ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാസിംഗ് ഔട്ട് ശേഷമോ നിങ്ങൾ ഭാവിയിൽ എവിടെ പോയി പഠിച്ചെങ്കിലും എവിടെ ജോലിക്ക് പോയെങ്കിലും നിങ്ങൾ ഈ നല്ല വാല്യൂസ് ക്യാരി ഫോർവേഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ എത്ര പഠിച്ച് നല്ല ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല പൊസിഷൻ വന്നെങ്കിലും നമ്മളെ സെൽഫ് ഡിസിപ്ലിനും നമ്മുടെ കൂടെ ഉള്ള നല്ല വാല്യൂസേ നമ്മളെ ഒരു നല്ല സിറ്റിസൺ ആക്കും. വിത്തൗട്ട് ഡിസിപ്ലിനോ വാല്യൂസോ നമ്മൾ ഏതൊരു തരത്തിൽ പോയെങ്കിലും അത് സൊസൈറ്റിക്കോ പബ്ലിക്കോ ബെനിഫിറ്റ് ആകില്ല. തുടർന്ന് കേഡറ്റുകളുടെ സല്യൂട്ടും സ്വീകരിച്ചു. ചടങ്ങിൽ മികവ് തെളിയിച്ച കേഡറ്റുകളെയും A+ നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ പോലീസ് മേധാവി ആദരിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശിവ സുനിൽ അധ്യക്ഷയായി. SPC പരിശീലകൻ റിട്ടയർഡ് SI വേലായുധനെയും ആദരിച്ചു. SPC വിദ്യാർത്ഥി വരച്ച ജില്ലാ പോലീസ് മേധാവിയുടെ ചിത്രം ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി. CN അഭിനവ് പരേഡ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ P. രാജീവ്, PC രാഹുൽ, കോങ്ങാട് സ്റ്റേഷൻ SHO R. സുജിത് കുമാർ, PTA പ്രസിഡന്റ് K. ബാലസുബ്രഹ്മണ്യൻ, PTA വൈസ് പ്രസിഡന്റ് P. സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ NS സിനു, സ്കൂൾ മാനേജർ KP ജയദേവൻ, പ്രധാനാധ്യാപിക P. രാധിക, നോഡൽ ഓഫീസർമാരായ സതീന്ദ്രൻ, സുരേഷ് മണ്ണാർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, PTA ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോങ്ങാട് SHO R. സുജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകി. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ചെക്ക് ഏറ്റുവാങ്ങി. മന്ത്രി MB രാജേഷിന് ബാങ്ക് ചെയർമാൻ U. രാജഗോപാൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, MD ഡോക്ടർ M. രാമനുണ്ണി, ഡയറക്ടർമാരായ KP സുധീർ, PK ഗംഗാധരൻ, അഡ്വക്കേറ്റ് സജില R. സിംഗ്, ബാങ്ക് ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പെരുന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച തുക വീട്ടമ്മയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. മണ്ണൂർ നെടുവണ്ട സ്വദേശിനിയായ NR ആദിയെയാണ് തുക കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മണ്ണൂർ സ്വദേശിനി ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായത്തിനായി ഭാരവാഹികളെ ഏൽപ്പിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, വാർഡംഗം M. ഉണ്ണികൃഷ്ണൻ, TR ശശി, സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണൂർ നെടുമുണ്ട രാമചന്ദ്രൻ അനിത ദമ്പതികളുടെ മകളാണ് ആദിയ. ആദിയയുടെ പ്രവൃത്തിയെ പഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത അഭിനന്ദിച്ചു. അപ്പൊ എന്തായാലും കുട്ടിയുടെ ചെറിയൊരു സഹായം എന്ന കുട്ടിയുടെ നല്ലൊരു മനസ്സാണ്. അപ്പൊ എന്തായാലും മറ്റു കുട്ടികളെല്ലാം തന്നെ ഇത് മാതൃകയാക്കണം. എന്തായാലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിയ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു മനസ്സ് കാണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അത്യപൂർവ ചടങ്ങായ അവതാര പൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ അർദ്ധരാത്രി നടന്ന വിശേഷാൽ പൂജയിൽ പങ്കെടുത്തു. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു അവതാര പൂജ. അത്യപൂർവമായ ചടങ്ങാണിത്. സന്താന സൗഭാഗ്യത്തിനും രോഗദുരിതത്തിൽ നിന്നുള്ള മോചനത്തിനും വിദ്യാ തടസ്സങ്ങൾ നീങ്ങുന്നതിനും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനും പരിഹാരമാണ് അവതാര പൂജയെന്നാണ് വിശ്വാസം. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണ് അവതാര പൂജ നടന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സംഗീതോത്സവം, പ്രസാദകൂട്ട്, മറ്റ് വിശേഷ പൂജകൾ, നാരായണീയ പാരായണം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ കള്ളിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ക്ഷേത്രം നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പാരായണം. വൈകിട്ട് ക്ഷേത്രം ഊട്ടുപുരയുടെ ആദ്യഘട്ട സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ വൈകുന്നേരം ഇടക്കമേളത്തോടെയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന ക്ഷേത്ര ഊട്ടുപുരയുടെ ആദ്യഘട്ട സമർപ്പണം നടന്നത്. ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കലാമണ്ഡലം വെള്ളിനേഴി രഘുചന്ദ്രനും ശിഷ്യരായ നിവേദ്, അനന്ത് നീലകണ്ഠൻ, വിഷ്ണുജിത്ത്, വിശ്വജിത്ത്, ആഗ്നയ് എന്നിവർ പങ്കെടുത്ത പഞ്ചതായമ്പക അരങ്ങേറി.
നൂറുകണക്കിന് ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പി.സി. രാജീവ്, ട്രഷറർ എ.കെ. മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ കെ. ഉണ്ണികൃഷ്ണൻ, ടി. മുരളീധരൻ, പി. ജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കൈയേറ്റം ചെയ്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് മുകേഷിന്റെ രാജിയുമായും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ രാമനിലയത്തിൽ വെച്ച് തള്ളിമാറ്റി. നെന്മാറയിൽ 17-കാരനായ വിദ്യാർത്ഥിയെ എസ്ഐ മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് പാലക്കാട് SP R ആനന്ദ് IPS. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പുതിയ വിവാദം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിനു പിറകെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ വെടിയണമെന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമെന്ന് തെളിഞ്ഞു കഴിഞ്ഞതായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഭാരവാഹികൾ. രാജ്യത്ത് എല്ലാ മേഖലകളിലും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമെന്ന് കെ. രാധാകൃഷ്ണൻ MP. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ അർഹമായ ഫണ്ട് അനുവദിക്കുന്നതിൽ വിമുഖത തുടരുകയാണെന്നും MP.ക്ക് പെരുങ്ങോട്ടുകുറിശി പഞ്ചായത്ത് ഭരണസമിതിയുടെ സ്വീകരണം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.